ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഈ ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയണം. ഇതുപോലെ ചെത്തിയെടുക്കണേ. ഈ ബീട്രൂട്ട് കൊണ്ടിട്ട് ഒരു കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീട്രൂട്ട് കിച്ചടി എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം, ഇഷ്ടമായിരിക്കും കഴിക്കാൻ. പിന്നെ അതിൽ നമ്മൾ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാവും. ഈ ചോറിലൊക്കെ ഇങ്ങനെ വെച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല കളറും കിട്ടും. കുട്ടികൾക്ക് അത് കാണുമ്പോഴും കഴിക്കാൻ തോന്നും. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കിച്ചടിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. ചെത്തി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കഴുകി എടുക്കട്ടെ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും. ഇനി ഇത് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കണേ. ഇത് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതിയേ. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് കിച്ചടിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കിച്ചടിക്ക് വേണ്ടുന്ന തൈര്, ബീട്രൂട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. കൂട്ടുകാരെ, നമുക്കിനി കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി തുടങ്ങാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കാവേ. കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് വേവിച്ചെടുത്തില്ലേ, അത് അരച്ചെടുത്ത് ബീട്രൂട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കും. ഇതിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന
കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ ബീട്രൂട്ടിൽ ഞാൻ ഉപ്പും കൂടെ ഇട്ടാണ് വേവിച്ച് വെച്ചത്. പിന്നെ നമ്മൾ ഇത് പാകമായതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാറുള്ളൂ. ബീട്രൂട്ട് നല്ലവണ്ണം ഒന്ന് എണ്ണയിൽ കിടന്ന് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കിച്ചടിക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ബീട്രൂട്ട് അരച്ചെടുത്ത് വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കും. ശരിക്കും വെള്ളമാകാൻ പാടില്ലേ. ഈ അരപ്പും ഇതിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരണം. അതായത് ഈ അരപ്പും ഈ ബീട്രൂട്ടിൽ കിടന്നൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിൽ തൈര് ചേർക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ ഇതിൽ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാത്രത്തിന് ഒരു അര പാത്രമാണ് ഞാൻ തൈര് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തൈര് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബീട്രൂട്ട് കിച്ചടി അപ്പോൾ ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ പാകത്തിന് ഉപ്പും എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇതിൽ നല്ല ചൂട് നിൽക്കും. അപ്പോൾ തീ ഓഫ് ചെയ്തിരുന്നാലും ഈ ചൂടിൽ തൈരും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പ് ഞാൻ ഒന്ന് നോക്കട്ടെ. കറക്റ്റ് ഉപ്പുണ്ട്. ഞാനിതിൽ ഉപ്പിട്ടാണ് ബീട്രൂട്ട് വേവിച്ചെടുത്തത്. അപ്പം തൈരും കൂടെയൊക്കെ ഒഴിച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് ഉപ്പെല്ലാം ഉണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് കിച്ചടി കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.
എന്നിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത്. ഇതിലെൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയ ബീട്രൂട്ട് കിച്ചടിയൊക്കെ കണ്ടല്ലോ. അതുപോലെയൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ട് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.